ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി 24. നാം ഇന്ന് ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായമാണ്. ആ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ശുഭദിനാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മോശ ദിവ്യസുന്ദരനായിരുന്നു ജനനത്തെങ്കിൽ എന്ന് നാം കണ്ടു. മോശയെ സംബന്ധിച്ച് തൻ്റെ മാതാപിതാക്കൾക്ക് വലിയ പ്രത്യാശയും മോശയെ ദൈവം ഉപയോഗിക്കുന്നത് കാണുവാനുള്ളതായിരിക്കുന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ മോശ വളർന്നു. ഇപ്പോൾ കൊട്ടാരത്തിലാണ് വളരുന്നത്. 40 വയസ്സായി മോശയ്ക്ക്. ദൈവനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കണോ അതോ അടുത്ത ഫറവോനായി തീരണമോ എന്നുള്ളതായിരിക്കുന്ന വലിയ ചോദ്യം മോശയുടെ മുന്നിലുണ്ടായി. കൊട്ടാരത്തിൽ അത് മോശയെ അടുത്ത ഫറവോനായി അഭിഷേകം ചെയ്യാനുള്ള കരുക്കളെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മോശ മനസ്സിലാക്കി. കാരണം ഫറവോന് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ, മകനില്ലായിരുന്നു. ആ മകൾക്കാകട്ടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളർത്തുപുത്രനായിരിക്കുന്ന മോശയാണ് അടുത്ത ഫറവോനായിട്ട് വരേണ്ടത്. അപ്പോൾ അതിനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ കൊട്ടാരത്തിൽ ചെയ്യുന്നതായിരിക്കുന്ന സമയം മോശയ്ക്കൊരു തീരുമാനം ചെയ്തെങ്കിലും നോക്കൂ. മോശയുടെ മാതാപിതാക്കൾ അവനെ 3 വർഷമേ വളർത്തിയുള്ളൂ. പക്ഷേ 3 വർഷം കൊണ്ട് അവൻ പഠിക്കേണ്ടതെല്ലാം പറയേണ്ടതെല്ലാം അവനോട് പറഞ്ഞു കാണും, മോനെ നോക്ക്, നീ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. പക്ഷേ നീ ഒരിക്കലും ഫറവോൻ്റെ മകനല്ല, നീ ഒരിക്കലും ഫറവോൻ്റെ മോനുമല്ല, നീ ഒരു യഹൂദ ബാലനാണ്. ഞാൻ വിചാരിക്കുന്നു 8-ാമത്തെ ദിവസം അവൻ്റെ മാതാപിതാക്കൾ അവനെ പരിച്ഛേദന ചെയ്തിരുന്നു. അവനെ പരിച്ഛേദന ചെയ്തിരുന്നത് കൊണ്ട് അവനോട് പറഞ്ഞു, നോക്ക് മോനെ, മിസ്രൈമ്യർക്ക് ഇല്ലാത്തതായിരിക്കുന്ന ഒരു കാര്യം നിൻ്റെ ശരീരത്തിലുണ്ട്. നിൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ട്, നിൻ്റെ ലിംഗത്തിൽ ഒരു മുറിവ് വരുത്തിയിട്ടുണ്ട്. ആ മുറിവ് ദൈവവുമായി ചെയ്ത ഉടമ്പടിയാണ്. നീ മുറിവ് വരുത്തി രക്തത്തിൽ ഉടമ്പടി ചെയ്തതായിരിക്കുന്നൊരു മനുഷ്യനാണ്. നീ എപ്പോഴും ഓർക്കണം, നീ ഒരു മിസ്രൈമ്യനല്ല, നീ ഒരു യഹൂദനാണ്. നിൻ്റെ സഹോദരന്മാരാണ് ആ പാടത്ത് പണിയെടുക്കുന്നവർ, അവിടെ ഇഷ്ടിക ഉണ്ടാക്കുന്ന നിൻ്റെ സഹോദരന്മാരാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും മോശ ചെറുപ്പം മുതലേ ആ പാടത്തേക്ക് നോക്കും, അവിടെ പണി ചെയ്യുന്ന ആളുകളെ കാണും. എന്നിട്ട് മോശ ഹൃദയത്തിൽ പറയും, എൻ്റെ സഹോദരന്മാരാണെന്ന് പറയും. അങ്ങനെ 40 വയസ്സായപ്പോൾ മോശയെ ഫറവോനാക്കുവാനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്തതായിരിക്കുന്ന കാലത്ത് മോശയ്ക്ക് നിർണായകമായിരിക്കുന്ന ഒരു തീരുമാനം ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ആ തീരുമാനം ഉടനെ ചെയ്തില്ലെങ്കിൽ നടക്കാൻ പോകുന്നത് മോശയെ ഫറവോനായി വാഴിക്കുമെന്നുള്ളതാണ്. എന്താണ് മോശ ചെയ്ത തീരുമാനം? മിസ്രൈമിൻ്റെ സമ്പത്ത് അനുഭവിക്കുന്നതിനേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് താൻ തിരഞ്ഞെടുത്തു. താൻ ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്ന് നേരെ ഒരു ഓട്ടമാണ്, നേരെ ഓടി പാടത്തിയെന്നു. അവിടെ തൻ്റെ സഹോദരന്മാരെ കണ്ടു. അവരെ രക്ഷിക്കണമെന്ന് താൻ വിചാരിച്ചു. അതുകൊണ്ട് താൻ പഠിച്ചതായിരിക്കുന്ന മാർഷൽ ആർട്ട്, ജൂഡോയും കുംഫുവും കരാട്ടയും മറ്റെല്ലാം ഉപയോഗിച്ചിട്ട് ഒറ്റയടിക്ക് ഒരു മിസ്രൈമിനെ കൊന്നു. മിസ്രൈമൻ ഇസ്രായേലിനെ അടിക്കുകയായിരുന്നു. അത് ഇഷ്ടപ്പെടാഞ്ഞതായിരിക്കുന്ന മോശ മിസ്രൈമിനെ അടിച്ചു കൊന്ന് ആ മണലിൽ കുഴിച്ചിട്ടു. പക്ഷേ കാര്യം വളരെ വേഗം വെളിവായി. മോശ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. മോശ ഒരു യഹൂദൻ തന്നെ പറഞ്ഞു, നീ ഇന്നലെ മിസ്രൈമിനെ കൊന്ന പോലെ ഇന്ന് എന്നെ കൊല്ലാൻ വരികയാണെന്ന് ചോദിച്ചു. കാര്യം വെളിവായത് കേട്ടതായിരിക്കുന്ന മോശ അവിടുന്ന് എങ്ങോട്ട് ഓടി? നേരെ ഓടി മിദ്യാന്യ ദേശത്ത് ചെന്നു. മിദ്യാന്യരുടെ ദേശത്തെത്തി. അവിടെ എത്തിയതായിരിക്കുന്ന സമയത്ത് സായാഹ്നമായിരുന്നു, സമയം വൈകിയിരുന്നു. ആടുകളെ തീറ്റിയിട്ട് അവയെ കൊണ്ടുവന്ന് അവിടെ ഉള്ളതായിരിക്കുന്ന ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവിടെ കിടത്തും. എന്നിട്ട് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആടുകൾക്കെല്ലാം കുടിക്കാൻ കൊടുക്കും. അപ്പോൾ ഒരു കൂട്ടം ആടുകൾ അവിടെ കിടക്കുന്നു. അങ്ങനെ മോശ ആ ആടുകൾക്ക് എല്ലാം വെള്ളം കൊടുത്തിട്ട് മോശയുടെ മിത്രോ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ പുത്രിമാരാണ് ഇവിടെ ആടുകളെ തീറ്റി വന്നത്. അവർ തിരിച്ച് വീട്ടിൽ ചെന്നു. ഇത്രോ ചോദിച്ചു, ഇത്ര നേരത്തെ എങ്ങനെ വന്നത്? എന്നും ഇത്രയും നേരത്തെ വരികയില്ലല്ലോ. അതെ, ഒരു മിസ്രൈമും വന്ന് ഞങ്ങളുടെ ആളുകൾക്ക് വെള്ളം കോരി കൊടുക്കാനായിട്ട് സഹായിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് അവനെ നിങ്ങൾ എന്താ താരത്തിന് വിളിച്ചുകൊണ്ട് വരാഞ്ഞത്? ഇത്രയും നല്ല കാര്യം ചെയ്തവനെ. ഞാൻ വിചാരിക്കുന്നു പുത്രിമാർ തിരിച്ച് ഓടി ചെന്നപ്പോൾ മോശ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ പോകാനാണ്, ഒരു കല്ലിൻ്റെ ഇരിക്കുകയാണ്. ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ അപ്പം പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന്. അങ്ങനെ ചെന്നു. അവന് മനസ്സായെന്നാണ്. മോശയ്ക്ക് ഇത്രോവിനോടുകൂടെ പാർക്കാൻ മനസ്സായി എന്നാണ് പറഞ്ഞു. മോനെ നീ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. മോശ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആടിനെ മേയ്ക്കാനായിട്ട് പോകും. ഞാൻ വിചാരിക്കുന്നു പെൺകുട്ടികളും പോകുമായിരിക്കും കൂടെ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രോ പറഞ്ഞു, നീ എന്തിനാ വെറുതെ ഇങ്ങനെ ആടുകളെ മേയ്ക്കുന്നത്? എൻ്റെ ഒരു മോളെ നിനക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞ് സിപ്പോറ എന്ന് പറയുന്നതായിരിക്കുന്ന മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തു. അങ്ങനെ 40 വർഷങ്ങൾ താൻ മിസ്രൈമിൽ നിന്നും പോന്നു. താൻ ഈ മിദ്യാന്യരുടെ ദേശത്ത് കുറേ കാലങ്ങൾ പാർത്തു. ഏതാണ്ട് 40 വർഷം ആടിനെ മേയ്ക്കുന്ന ജോലിയായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവജനത്തെ ബൈബിൾ വിളിച്ചിരിക്കുന്ന കുഞ്ഞാടുകളെന്നും ആടുകളെന്നാണ്. ഈ ആടുകളെ മേയ്ക്കുന്ന ജോലിയിലേക്ക് മോശയെ ദൈവം കൊണ്ടുവരുന്നതിന് മുമ്പ് യഥാർത്ഥ ആടുകളെ മേയിച്ച് അവനെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്.
കൊട്ടാരത്തിലെ പരിശീലനം കൊണ്ടൊന്നും ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ 40 വർഷം നടത്തി പാലസ്തീനിൽ അവരെ കൊണ്ടുവരാനൊന്നും മോശയ്ക്ക് സാധിക്കില്ല. കാരണം ആടുകളെപ്പോലെ നാം എല്ലാവരും തെറ്റിപ്പോകുന്നവരാണ്. ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിയുന്ന ആളുകളാണ് ഇസ്രായേൽ മക്കളെന്ന് പറയുന്നത്. ആടുകൾ യഥാർത്ഥ ആടുകളാണ്. അവരെ മേയിക്കണമെങ്കിൽ ആടുകളെ മേയിച്ച് നല്ല പരിശീലനം വേണം. അങ്ങനെ മോശ 40 വർഷം ആടുകളെ മേയിക്കുന്നതായിരിക്കുന്ന ജോലിയിലായിരുന്നു. അങ്ങനെ നന്നായിട്ട് ക്ഷമ പഠിച്ചു. അയ്യോ, ആടുകളെ മേയിക്കണേ എന്തോരം ക്ഷമ വേണമെന്നറിയാം. ഒരാടിനെ തന്നെ മേയിക്കുന്നത് വലിയ ക്ഷീണമാണ്. ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ആടിനെ തീറ്റാനായിട്ട് കൊണ്ടുപോയാൽ അതിനെ അഴിച്ചു വിട്ടാൽ തോന്നിടത്തെല്ലാം പോവും. കൃഷിക്കകത്ത് കയറും, കപ്പയും വാഴയൊക്കെ തിന്നും. ആ ഒരാടിനെ തന്നെ മേയിക്കുന്ന പ്രയാസമാണെങ്കിൽ 22 ലക്ഷം ആടുകളെ മേയിക്കുന്ന എന്തോ ഒരു പ്രയാസമുള്ള പണിയായിരിക്കും. അപ്പോൾ മോശെ നന്നായിട്ട് 40 വർഷം കൊണ്ട് ആടുകളെ മേയിക്കുന്ന ജോലിയിൽ ദൈവം പരിശീലിപ്പിച്ചു. അങ്ങനെയാണ് 40 വർഷം ഇസ്രായേലിൽ ഒരു രാജാവായി ഭരിക്കേണ്ടതിൻ്റെ ആ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. അതിനുശേഷം 40 വർഷം ആടുകളെ മേയിക്കേണ്ടത് ശീലവും കൊടുത്തു. അങ്ങനെയാണ് ദൈവം അവനെ പരിശീലിപ്പിച്ചത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം ഒരു മനുഷ്യനെ തൻ്റെ പരിപാടികൾക്കായിട്ട് നിയമിക്കുന്നതിന് മുൻപ് ആ പരിപാടിക്ക് യോഗ്യമായ നിലയിൽ ദൈവം അവനെ പരിശീലിപ്പിക്കും. അങ്ങനെയാണ് ദൈവം ഒരു മനുഷ്യനെ ഒരു ജോലിക്ക് വിളിക്കുമ്പോൾ ആ ജോലിക്ക് യോഗ്യമായ നിലയിൽ അതിൽ വിജയിക്കാൻ ആവശ്യമായിരിക്കുന്ന പരിശീലനവും ദൈവം താൻ തന്നെ നൽകും. ദൈവത്തിൻ്റെ കളരിയിൽ പരിശീലിപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കൂ. മനുഷ്യൻ്റെ കൊട്ടാരത്തിലും കെയ്റോ യൂണിവേഴ്സിറ്റിയിലും ഒന്നും പഠിച്ചാൽ മോശയ്ക്ക് ജനത്തെ നടത്താനായിട്ട് സാധിക്കില്ല. അതിന് ഈ മിദ്യാന്യരുടെ ദേശത്ത് ഹോരേബിൽ ഒക്കെ പോകണം. യൂണിവേഴ്സിറ്റി ഓഫ് ഹോരേബിൽ ട്രെയിനിങ് കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ വിജയകരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവം മോശയെ ആ നിലയിൽ പരിശീലിപ്പിച്ചു. 40 വർഷം ഇസ്രായേലിലും 40 വർഷം ഈ മരുഭൂമിയിൽ ആടിനെ തീറ്റിയും പരിശീലിപ്പിച്ചു. നല്ല ഇടയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഇടയായിരുന്നു. ആടുകളെ മേയിച്ച് ഹോരേബോളം പോയി എന്നാണ്. എന്ന് പറഞ്ഞാൽ എവിടെ തീറ്റിയുണ്ടോ അവിടേക്ക് ആടുകളെയും കൊണ്ട് പോകും. ദൈവത്തിൻ്റെ നടത്തിപ്പിലാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ദൈവം ഒരു ദിവസം മോശയെ വിളിച്ച് വേർതിരിച്ചത്. എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ദൈവത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി ദൈവം ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ അതിനാവശ്യമായിരിക്കുന്ന പരിശീലനം ദൈവം താൻ തന്നെ കൊടുക്കുന്നതാണ്. മോശ ജനിച്ചപ്പോൾ ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 വർഷം മാതാപിതാക്കൾ വളർത്തി. അവൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ദിവ്യസത്യങ്ങളും അവനെ ആ പ്രായം കൊണ്ട് പഠിപ്പിച്ചു. അതിനുശേഷമുള്ള 37 വർഷങ്ങൾ കൊട്ടാരത്തിൽ വളർന്നു. രാജ്ഞിക്കും കൊട്ടാരത്തിലെ അധ്യാപകർക്കും ഒന്നും അവൻ്റെ അമ്മയും അപ്പനും പഠിപ്പിച്ച സത്യങ്ങൾ എടുത്തു കളയാനായിട്ട് കഴിഞ്ഞില്ല. 40 വയസ്സായപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടത് ആവശ്യമായി വന്നു. അടുത്ത ഫറവോനായിട്ട് തീരണമോ അതോ ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കണമോ? ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്ന തീരുമാനമെടുത്തു. ദൈവജനത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നവർ രക്ഷിക്കുവാനായിട്ട് മാനുഷികമായ നിലയിൽ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് അവൻ അവിടെ നിന്ന് ജീവരക്ഷയ്ക്കായി ഓടിപ്പോകേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ അവൻ ഓടിപ്പോയത് മിദ്യാൻ്റെ ഒരു ദേശത്തേക്കാണ്. അവിടെ ഇത്രോ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരാളിൻ്റെ ആടുകളെ മേയിക്കുന്ന ജോലിയിൽ അവനായി ഇത്രയുടെ മകളെ വിവാഹം കഴിച്ചു. അങ്ങനെ അവൻ അവിടെ ഒരു 40 വർഷം അവിടെ ജീവിച്ചു. ആടുകളെ മേയിക്കുന്ന ജോലിയിൽ അവനൊരു വിദഗ്ധനായി തീർന്നു. അതിനുശേഷമാണ് ദൈവം തൻ്റെ ആടുകളെ മേയിക്കുവാനായിട്ട് മോശയെ വിളിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി, തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ ദൈവം നമ്മളെ നടത്തുന്നതായിരിക്കുന്ന വഴികളിലൂടെ നടക്കുകയും ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന പരിശീലനം നാം വിശ്വസ്തമായി അത് പരിശീലിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.